ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോൾഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സെക്കൻഡ് ട്യൂട്ടോറിയലാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരേഡ്, സ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടൊരു കളർ ഗ്രേഡിങ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് കാണാൻ പോകുന്നത്. അതും വളരെ ബേസിക് ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, വളരെ ബേസിക് ആയിട്ട്. അതുപോലെ തന്നെ എങ്ങനെ നോഡ് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് നോഡ്, എങ്ങനെയാണ് ഈ നോഡുകൾ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു കൺഫ്യൂഷനൊന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, എന്നോട് തുടക്കത്തിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ച് എളുപ്പത്തിൽ പഠിച്ചേനെ. ആ രീതിയിലുള്ള ഒരു ട്യൂട്ടോറിയലാണ്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ പോകുന്നത്. ഒന്ന്, നമ്മൾ ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കും, ലൈക്ക് എങ്ങനെയാണ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നോഡുകൾ, എങ്ങനെയുള്ള നോഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ പാർട്ട്, ഞാൻ ചെയ്തിട്ടുള്ള 1-2 ബേസിക് ഗ്രേഡിങ്ങുകൾ ഞാൻ നിങ്ങളെ കാണിക്കും. നമ്മൾ ഒരുമിച്ച് അതിൻ്റെ കൂടെ കടന്നു പോകും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രേഡ് നമ്മൾ ഒരുമിച്ച് ചെയ്യും. അപ്പം ഇത് മൂന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ കഴിയുന്നിടം വരെ കാണാൻ ശ്രമിക്കുക. ലോങ് ആയി പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അരമണിക്കൂർ വരെ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്ന് പിന്നെ കാണുക. അപ്പോൾ ആദ്യത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം, നോഡ്സ്. ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ കളർ ഗ്രേഡിങ് നടക്കുന്നത് പ്രീമിയർ പ്രോയുടെ പോലെയല്ല. പ്രീമിയർ പ്രോ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ലൂമിനറി കളറിൻ്റെ പാനലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തിടുന്നു, വീണ്ടും അതേ സെക്ഷനിലൂടെ കടന്നുപോയി എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷേ ഡാവിഞ്ചി റിസോൾട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ലെയർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിലെ ലെയർ പോലെ. ഫോട്ടോഷോപ്പിൽ ഒരുപാട് ലെയറുകളുണ്ടല്ലോ, നമുക്കറിയാലോ. മാസ്ക് ലെയർ, ഇങ്ങനെ ക്ലിപ്പിംഗ് ലെയർ, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ലെയറുകളുണ്ട്. സെയിം വേ ഡാവിഞ്ചി റിസോൾട്ടിലും കുറച്ച് തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നോഡ്, സീരിയൽ നോഡ് എന്ന് പറഞ്ഞ ഒരു നോഡുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം പതുക്കെ നമുക്ക് പാരലൽ നോഡും ലെയർ നോഡും ഔട്ട്സൈഡ് നോഡും ഇൻസൈഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. സോ നോഡുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബേസിക്കലി ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ട്രെയിൻ പോലെയാണ്. ട്രെയിനിൻ്റെ നമ്മളിങ്ങനെ ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് കണക്റ്റാണ്, ആ ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് കണക്റ്റാണ്. അതായത് ഒന്നാമത്തെ നോഡിൽ നിന്ന് ആണ് നമ്മൾ രണ്ടാമത്തെ നോഡിലേക്ക് പോകുന്നത്. 1ഉം 2ഉം കൂടിയതാണ് നമ്മുടെ മൂന്നാമത്തെ നോഡ്. 1ഉം 2ഉം 3ഉം കൂടി 4ഉം കൂടെ കൂടിയാണ് നമ്മുടെ 5ാമത്തെ നോഡ്. അങ്ങനെയാണ്. ഉദാഹരണത്തിന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നോഡിൽ നമ്മൾ രണ്ടാമത്തെ നോഡിലേക്ക് പോകുന്നു, 1ഉം 2ഉം കൂടെ കൂടിയതാണ് നമ്മുടെ മൂന്നാമത്തെ നോഡിലേക്ക് വരുന്നത്. അതായത് 1ഉം 2ഉം കൂടി 3ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1ൽ ചെയ്ത ഗ്രേഡും 2ൽ ചെയ്ത ഗ്രേഡും കൂടിയായിരിക്കും 3ലേക്ക് പാസ് ചെയ്യുന്നത്. ആ 3ൽ നമ്മളൊരു ഗ്രേഡ് നമ്മൾ ചെയ്യുമ്പം 1ലും 2ലും ഉള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തും ഉണ്ടാവും. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ടോപ്പ് ഓഫ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അടുക്കി വെക്കുക എന്നുള്ളത്. ഇതിങ്ങനെ നേരെ കിടക്കുന്നതിലും ഒരു പക്ഷേ കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ, 1ൻ്റെ മുകളിലേക്ക് 2, അങ്ങനെ. അപ്പം നോഡ് എന്താണെന്ന്, ഈ സീരിയൽ നോഡ് എന്താണെന്ന് വളരെ ബേസിക് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോഡിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കാം. ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. ഇവിടെയാണ് നമ്മളുടെ വീഡിയോ ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ ഫസ്റ്റ് നോഡിലേക്ക് പോയി, സെക്കൻഡ് നോഡിലേക്ക് പോയി, തേർഡ് നോഡിലേക്ക് പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രീൻ നേരെ ഔട്ട് പോയി നേരെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ വീഡിയോ ഗ്രേഡ് ചെയ്ത് ഫൈനലെത്താൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര നോഡ് വേണേലും ആഡ് ചെയ്യാം. എങ്ങനെയാണ് നോഡ് ആഡ് ചെയ്യുന്നത്? 2-3 തരത്തിൽ ആഡ് ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ നോഡ് ശേഷം അടുത്ത നോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് നേരെ ആഡ് നോഡിൽ പോയി സീരിയൽ നോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒക്കെ ഷോർട്ട് കട്ടുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എസ് എന്നാണ് നമ്മുടെ സീരിയൽ നോഡ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ എസ് ഞെക്കിയാൽ തൊട്ടടുത്തൊരു നോഡ് വന്നു, വീണ്ടും ഞെക്കിയാൽ അടുത്തൊരു നോഡ് വന്നു. ഇനി നമുക്ക് ഇതിന് മുമ്പിലൊരു നോഡ് വേണമെങ്കിലോ, അത് നമ്മൾ ഷിഫ്റ്റ് എസ് ഞെക്കിയാൽ അതിൻ്റെ മുമ്പിൽ ഒരു നോഡ് വന്നത് കാണും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ഭാഗത്ത് പോയാൽ നോഡ് ട്രീയുടെ വലിപ്പം കൂട്ടാം കുറയ്ക്കാം, മാക്സിമം ഇത്രേ പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം കുറച്ചധികം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ നോഡ് ഗ്രാഫ് കൊടുക്കാം. ഇത് വളരെ ക്ലീൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഉദാഹരണത്തിന് ഈ നോഡൊക്കെ, ഈ ട്രീ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്കിത് ക്ലീൻ നോഡ് ഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് ഒതുക്കി തരും. അതും ഒന്ന് ഓർത്ത് വെച്ചേരും. പിന്നെ നമുക്ക് നോഡ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഒരു എക്സ്പാൻഡബിൾ ഏരിയ ആണ്. നമുക്ക് മച്ച് നോഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമുക്ക് നോഡിനെ റീഅറേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് ഒന്നാമത്തെ നോഡിനെ നമുക്ക് ഇവിടുന്ന് എടുത്ത് വേണമെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവെക്കാം. അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിങ്ക് ഡിലീറ്റ് ആക്കാം, അങ്ങനെ കൊണ്ടുപോകാം. അതിന് തന്നെ റൈറ്റ് ക്ലിക്ക് ആക്കി ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റായി. ഇതും നമ്മൾ റൈറ്റ് ക്ലിക്ക് എടുത്ത് ഡിലീറ്റ് ആയി. ഇതിനുശേഷം നമുക്ക് ഈ നോഡുകൾ തമ്മിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കണക്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ നോഡിനെ ഇവിടെ കൊണ്ടുവെക്കാം. ഇടയ്ക്ക് കൊണ്ടിങ്ങനെ വെക്കുമ്പോഴേ മഞ്ഞ കത്തും,
വിട്ടാൽ മതി, അവിടെ പോയിരുന്നോളും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലൊക്കെ ആയി കഴിയുമ്പോൾ പല ഗ്രേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മാറ്റിയിടാം. അതുപോലെ തന്നെ നമുക്ക് ഇതല്ലാണ്ട് തന്നെ നമുക്ക് നോഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് ഇപ്പോൾ കമാൻഡ് ഞെക്കിക്കൊണ്ട് നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിവിടെ വരും. അതിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് നോഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടായിരുന്ന നോഡ് ഇങ്ങോട്ടും അവിടെ ഉണ്ടായിരുന്ന നോഡ് ഇങ്ങോട്ടും പോകും. ഉദാഹരണം ഇവിടെ വന്ന് കാണിച്ചുതരാം. അപ്പോൾ ഈ ഗ്ലോ എന്ന് പറഞ്ഞ നോഡ് ഞാൻ കമാൻഡ് ഞെക്കി ഡ്രാഗ് ചെയ്ത് ഹെലേഷൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഹെലേഷൻ അപ്പുറത്തും ഗ്ലോ ഇപ്പുറത്തും പോയി. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പിലത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച്, നോഡിനെക്കുറിച്ചല്ല, ഇതിൻ്റെ ഒരു ലേ ഔട്ടും കാര്യങ്ങളും എന്തൊക്കെയാണ് എഡിറ്റ് പേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നോഡിന് പേര് കൊടുക്കുക. അതും കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പരിപാടിയിലേക്ക് ഇറങ്ങാം കേട്ടോ. നോഡിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? നോഡ് ഞെക്കുക, നോഡ് സെലക്ട് ആകുമ്പോൾ ഇങ്ങനെ റെഡ് ഔട്ട്ലൈൻ വരും. നോഡ് ഞെക്കി റൈറ്റ് ക്ലിക്ക് ഞെക്കി റൈറ്റ് ബട്ടൺ ഞെക്കി നോഡ് ലേബൽ എന്നൊരു സംഭവം കാണും. നമുക്ക് അവിടെ കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പ്രൈമറീസ് എന്നാണെങ്കിൽ പ്രൈമർ ഷോർട്ടായിട്ട് കൊടുക്കുകയാണ്, അത് നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ നോഡ് അത് തന്നെ പേര് കൊടുക്കാം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും പോയി പേര് ഇത് പോയോ? ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും പിന്നെ ഇതൊന്ന് പോയി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ പേര് കൊടുക്കാം. അപ്പം ഞാൻ ഈ പേരുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നോഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യത്തിലൂടെ നമുക്ക് കുറച്ച് ഗ്രേഡുകളെ കാണാം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് തിങ്സ് ഈസി. വളരെ ബേസിക് ആയിട്ടുള്ളൊരു എഡിറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഒരൊറ്റ എഡിറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു നോഡിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാ എഡിറ്റിങ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഈ നോഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കേവ്സ് കൊടുക്കാം. ഞാൻ റഫായിട്ട് ചെയ്യുവാണ്. ഈ നോഡിൽ തന്നെ നമുക്കൊരു കളർ കൊടുക്കാം. ഈ നോഡിൽ തന്നെ നമുക്കിവിടെ വാമാക്കാം. ഈ നോഡിൽ തന്നെ നമ്മൾ കളർ റാപ്പർ ഉപയോഗിച്ചു. ആൻഡ് കുറേ കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുവാണല്ലോ, കുറേ കഴിഞ്ഞപ്പം നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഇവിടെ എന്തൊക്കെയുള്ള, എങ്ങനെയൊക്കെയുള്ള, എവിടെയാണ് പോകേണ്ടതെന്നുള്ള കാര്യം. അതിനൊക്കെ ഒരു എളുപ്പവഴിയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മൗസ് പോയിൻ്റ് ഇതിൻ്റെ മണ്ടേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കും. പ്രൈമറി, ബാലൻസോ അങ്ങനെ കസ്റ്റം കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം അത് ഉണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം ഓരോ നോഡിലായിരുന്നു ചെയ്തതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ. കാരണം ആ ഓരോ നോഡിനും നമ്മൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പ്രൈമറീസിന് ഒരു നോഡ് പേരിട്ടു. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഗ്രേഡിലേക്ക് വരാം, ഈ സിമ്പിൾ ഗ്രേഡിലേക്ക് വരാം. നമുക്ക് ഈ പ്രൈമറീസിന് ഇവിടെ ഒരു പേരിട്ടു, WBക്ക് ഇവിടെ ഒരു പേരിട്ടു, കേവ് എന്നൊരു പേരിട്ടു, HSL എന്നൊരു പേരിട്ടു, ടീൽ എന്നൊരു പേരിട്ടു, ഗ്ലോ എന്നൊരു പേരിട്ടു. അപ്പം ഇനി എനിക്കിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് ടീലിലൊരു ചെറിയ സംഭവം കൂടുതലാണ്. സോ എനിക്കറിയാം ഞാൻ ടീൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന്. എങ്ങനെ കാണാൻ പറ്റും? ഒന്ന്, ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട്, ഞാൻ അവിടെ മൗസ് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി പ്രൈമറി ഓഫ് സെറ്റിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രൈമറി ഏതാണ്? പ്രൈമറി കളർ വീൽസിൽ ഓഫ് സെറ്റ് ഇതാണ്. ഓഫ് സെറ്റിൽ ടീൽ കുറച്ച് കൂടുതലാണെങ്കിൽ എനിക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റാം. ഇതെല്ലാം കൂടെ ഒന്നിൽ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടന്ന് തപ്പണ്ടാവുന്നതാണ്. സോ ഇറ്റ് മേക്സ് തിങ്സ് ഈസി. നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് നോഡിൻ്റെ ഒരു സ്ട്രക്ചറും നോഡിൻ്റെ പിന്നിലെ ഒരു സൈക്കോളജിയും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. ലൈക്ക് നമുക്ക് ഗ്രേഡുകൾ ഓഫാക്കി, നോഡുകൾ ഓണാക്കി ഓഫാക്കി നോക്കാൻ പറ്റും. അതിനുവേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് നോഡാണോ ഓഫ് ആക്കേണ്ടത് അത് ഞെക്കി കമാൻഡ് D ഞെക്കിയാൽ അത് ഓഫായി ഓണായി. എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഞെക്കി കമാൻഡ് D, കമാൻഡ് ഓഫായി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡായി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് ഈ പോയിന്ററിന് പകരം ഈ കൈ ഞെക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് നോഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതാണ് കുറച്ച് എളുപ്പം. ഈ മൗസ് ഇട്ടിങ്ങനെ ഇങ്ങനെ ആക്കുന്നതിൽ എളുപ്പം. പെട്ടെന്ന് വേണ്ട അങ്ങോട്ട് മാറ്റി അതിനുശേഷം ഇങ്ങനെ നോഡിൻ്റെ വലിപ്പം കൂട്ടുന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോകാം, എങ്ങനെ നോഡിലേക്ക് ഒരു സാധനം ചെയ്യാം എന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ ഇവിടെ 3 നോഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഞാൻ കണ്ടു. ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ നോഡിൽ ഇവിടെയുള്ള ഏത് ടൂൾ ഉപയോഗിച്ചാലും അത് ആ നോഡിലേക്കായിരിക്കും പോകുന്നത്. ലൈക്ക് ഓഫ്സെറ്റ് ഉപയോഗിച്ചാൽ, ഗെയിൻ ഉപയോഗിച്ചാൽ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. സോ അത് ഈ നോഡിലേക്ക് വരും. അത് അവിടെ എഴുതി കാണിക്കുകയും ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നത്? ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് ഞെക്കി നമുക്ക് ഗേഷൻ ബ്ലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ഷൻ ബ്ലർ ആണെങ്കിൽ ഞെക്കിക്കൊണ്ട് അങ്ങ് ഡ്രാഗ് ചെയ്ത് ഒരു നോഡിൻ്റെ മണ്ടേ കൊണ്ടുപോയിട്ടാൽ അത് ആ നോഡിൽ വന്നു ചേരും. പിന്നെ നമ്മൾ ആ നോഡ് ഞെക്കി കഴിഞ്ഞാൽ എഫക്റ്റ് ഓൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ കൂടുതൽ സെറ്റിങ്സ് കാണും. ഉദാഹരണത്തിന് ഒന്നുകൂടെ ഞാൻ വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് നോഡ് ഡിലീറ്റ് ആക്കാം. ഈ എഫക്റ്റ് ഡിലീറ്റ് ആക്കാം. ഞാൻ മൊസൈക്ക് ബ്ലർ എടുക്കുകയാണ്, നോഡ് 3യിലേക്ക് ആഡ് ചെയ്യുകയാണ്. നോഡ് 3യിൽ വന്നു, നോഡ് 3 സെലക്ട് ചെയ്തു. എഫക്ട്സ് ഓഫ് ആണെങ്കിൽ ഒന്നും കാണിക്കില്ല. എഫക്ട്സ് ഇവിടെ
ഓൺ ആണെങ്കിൽ ഇത് കണ്ടോ, എൻ്റെ ഫ്രീക്വൻസി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്കിവിടെ ഓപ്ഷൻസ് വരും. ഒരുമാതിരിപ്പെട്ട എല്ലാ എഫക്റ്റുകൾക്കും അങ്ങനെയുണ്ട്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ഇങ്ങനെ മാത്രമല്ല, നമുക്കൊരു പുതിയ നോഡായിട്ട് തന്നെ ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കളർ സ്പേസ് ട്രാൻസ്ഫോം എനിക്ക് ലാസ്റ്റ് നോഡായിട്ട് വേണം, ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. ഈ വരയെ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്ലസ് വരും, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നോഡായിട്ട് അവിടെ വരും. സോ ദാറ്റ് മേക്സ് തിങ്സ് ഈസിയർ. അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്താണെന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോയിൽ സാമ്പിൾ വീഡിയോസിലേക്ക് കയറാം. കളർ സ്പേസ് ട്രാൻസ്ഫോമിനെ കുറിച്ച് അടുത്ത വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണ് കളർ സ്പേസ്, എങ്ങനെയാണ് ട്രാൻസ്ഫോം നടക്കുന്നത്, എവിടെയാണ് ഇത് ശരിക്കും വെക്കേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിത് ഇവിടെ പറയുന്നില്ല. കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ കളറിനെ നമ്മൾ വേറെ ഒരു സ്പേസിലേക്ക് മാറ്റുകയാണ്, വളരെ സിമ്പിളായിട്ട്. ഉദാഹരണത്തിന് നമ്മൾ കൺവേർഷൻ ലെറ്റ് ഇടുമല്ലോ, നമ്മൾ ഇപ്പം C-Log3 S-Log3 എടുത്ത വീഡിയോ നമ്മൾ കൺവേർഷൻ ലെറ്റർ ഉപയോഗിച്ച് റെക്സ് എയറോണിലേക്ക് മാറ്റുന്നത് പോലെ തന്നെ ഇവിടെ ഡാവിഞ്ചി നമുക്ക് വേണ്ടി അത് ചെയ്തു തരുന്നതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ മെയിൻ സ്ട്രീം ക്യാമറകളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് ഇൻപുട്ട് കളർ സ്പേസ് ഞാൻ C-Log3 Canon R5 Canon സിനിമ ഗ്യാമറ്റിലിട്ട് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ Canon സിനിമ ഗ്യാമറ്റ് ഉണ്ട്. ഇൻപുട്ട് ഗ്യാമ ഏതാണ് എൻ്റെ ഗ്യാമ? Canon C-Log3 ആണ്. ഔട്ട്പുട്ട് കളർ സ്പേസ് ഏതാണ്? റെക്സ് 709 ആണ്. അത് നമ്മളെടുത്തു. അതിന് ഔട്ട്പുട്ട് ഗാമ ഏതാണ്? അത് ഗാമ 2.4 ആണ്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഒരു ഗ്രേഡ് ചെയ്യാണ്ട് എൻ്റെ ലോഗിനെ മറ്റേലേക്ക് മാറ്റി. ഓക്കെ, സോ സാമ്പിൾ വീഡിയോയിലേക്ക് കയറാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രേഡ് കണ്ടുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാം. ഓക്കെ, ഏതാണ്? നമ്മളെ കോഴിക്കോട് ബീച്ചിലെ ഒരു സിമ്പിൾ സൺസെറ്റ്. ഓക്കെ, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു 120 FPS സ്ലോ മോഷൻ വീഡിയോ ആണ്. സൂമും ചെയ്ത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാനിതെങ്ങനെയാണ് ചെയ്തത്? സോ ബേസിക്കലി 4 ഗ്രേഡിലാണ്, 4 നോഡിലാണ് ഞാൻ ഈ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. വെറും 4 നോഡ്. അതിനകത്ത് ഒന്നാമത്തെ ഞാൻ ആദ്യം ആഡ് ചെയ്ത് CST ആണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം പ്രൈമറി ആണ് കിടക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം ആഡ് ചെയ്ത് CST ആണ്, കളർ സ്പേസ് ട്രാൻസ്ഫോം. ഒരു 4 5 അല്ല ഒരു 3 4 നോഡ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഗ്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3 4 നോഡ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു CST അതിൻ്റെ ഏറ്റവും എൻഡിലത്തെ നോഡ് ഇടുക. അതിനുശേഷം നമുക്കതിൽ ഈ പറഞ്ഞ പോലെ തന്നെ Canon ഗ്യാമ നമ്മുടെ ഏതാണോ അത്. ഇനി നിങ്ങൾ റെക്സ് 709 ഫോണിൽ എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അതിന് ഇത്രയും നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് വൺ, ഈ റെക്സ് 709 ഞാൻ ആദ്യം തന്നെ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കമാൻഡ് D ഒക്കെ ഞാൻ ബാക്കി 3 ഓഫാക്കി CSTയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള സാധനം നേരെ ഇങ്ങനെയായി വന്നു. ഓക്കെ, സോ ബേസിക് ഒരു കൺവേർഷൻ നടന്നു. അതിനുശേഷം ഞാൻ പ്രൈമറിയിൽ പോയി കുറച്ച് ബേസിക് സാധനങ്ങൾ നടത്തി. എന്തൊക്കെയാണ് പ്രൈമറി ബാലൻസിൽ വന്നത്? നമ്മളിവിടെ പ്രൈമറി ബാലൻസ് ഓഫായി കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഒരു ബേസിക്കലി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിൻ ഗ്യാമ ലിഫ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രഷ്ഡ് ആയിരുന്നു ബ്ലാക്ക്. ഞാൻ കുറച്ച് ബ്ലാക്കിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തു, ഒന്ന് ഇച്ചിരി ഒരു സംഭവം കൊടുത്തു. ഇവിടെയാണ് സംഭവിച്ചത്. അപ്പം ഇത് 3നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 0.95 -1 തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത നമ്മളൊരു കോൺട്രാസ്റ്റ് കൊടുത്തു, ഒരു സിമ്പിൾ ടോൺ കേവ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോൺ കേവിൻ്റെ പടം കണ്ടില്ലേ? കസ്റ്റം കേവ്സ് എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കേവ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം, ഒരു ബേസിക് S കേവ് കൊടുത്ത് ഹൈലൈറ്റ്സ് ലിഫ്റ്റ് ചെയ്തു, മിഡ് ടോൺസിനെ പ്രിസർവ് ചെയ്തു, ഷാഡോസ് ആക്കി, അത്രേ ഉള്ളൂ. സോ നമ്മൾ അടുത്ത നോഡ്, മൂന്നാമത്തെ നോഡിലേക്ക് വന്ന് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ്സ് ഒന്ന് ഞാൻ താത്തി. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ബുദ്ധി തോന്നിയത് ആക്ച്വലി വേറെ നോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ സിംപ്ലി ഞാനൊന്ന് ഹൈലൈറ്റ്സ് താത്തി, ഒരു -90% ആക്കി. അത് കണ്ടില്ല, ഇങ്ങനെ ഇരുന്നായിരുന്നു, ഒന്ന് ഹൈലൈറ്റ്സ് എത്തി. സോ കുറച്ചൊന്ന് ബൂസ്റ്റ് വന്നു. ആൻഡ് ഞാൻ ഇവിടെ സാച്ചുറേഷൻ ഒരു 56 ആക്കി. ഇത് 50 ആയിരുന്നു, ഒന്ന് 56. ഇതിൽ കൂടെ ഈ വീഡിയോ ചെയ്ത കുളമായിപ്പോൾ. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യം കളർ ട്രാൻസ്ഫോം ചെയ്തു, പിന്നെ നമ്മൾ വേണ്ട ഗ്രേഡും കാര്യങ്ങളും കൊടുത്തു. നമുക്ക് അടുത്ത സാമ്പിൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ, കുറച്ചധികം എഫക്ട്സുകളൊക്കെ ഇട്ട ഒരു സാധനം കണ്ടിട്ട് നമുക്കൊരെണ്ണം വളരെ സിമ്പിൾ ഗ്രേഡിങ് കണ്ടു നോക്കാം. സോ ഞാൻ ഇവിടെ ഇത്രയും എണ്ണം എടുത്തു. ആദ്യം ഞാൻ എല്ലാം ഒന്ന് ഓഫാക്കി തരാം. ഓപ്ഷൻ D ഞെക്കി കഴിഞ്ഞാൽ എല്ലാം ഓഫാവും. സോ ഇറ്റ് വാസ് ലൈക്ക് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്. C-Log3 R5 60 FPS എടുത്തതാണ്. ലൈറ്റിങ് കുറച്ച് മോശമാണ്, പ്രോപ്പർലി എക്സ്പോസ്ഡ് അല്ല, കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് അത്രയും ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. f2.8 70mm എടുത്ത്. ഓക്കെ, സോ എല്ലാം ഒന്ന് ഓഫാക്കി നോക്കി ഞാനൊന്ന് ഓണാക്കി കാണിക്കാം. സോ നമ്മളൊരു ടീൽ ആൻഡ് ഓറഞ്ച് ഇച്ചിരി ക്രഷ് ചെയ്ത് ഞാൻ കൂടുതൽ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. സോ നമുക്ക് ഓരോ നോഡിൽ നിന്നും ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ എന്തൊക്കെയാണ് എഫക്റ്റുകൾ ചെയ്തതെന്നുള്ള കാര്യം. സോ കമാൻഡ് D എല്ലാം ഓഫാക്കി,
സോ കമാൻഡ് ഡി ഞാൻ CST മാത്രം ഓണായി കാണിക്കാം. CST ഓണായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് പ്രൊഫൈലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, കണ്ടോ? ഓക്കെ, ഇതിലേക്ക് വന്നു. ഇനി നമ്മൾ പ്രൈമറി ചെയ്തു. പ്രൈമറിയിൽ നമ്മൾ കുറച്ച് എക്സ്പോഷർ കൂട്ടി. അതിന് ഉപയോഗിച്ച് എന്താണ് പ്രൈമറി ബാലൻസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ഓഫ്സെറ്റ് ഇതൊക്കെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ഇതും അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇത് ഓഫ് ആക്കുവാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ട്. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ? ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത്, ഇതിങ്ങനെ താത്തി, ഇത് ലിഫ്റ്റ് ചെയ്ത്. ഇനി അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഈ വൈറ്റ് പോയിന്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ കിട്ടും. അപ്പോൾ അതൊന്നും അടുത്ത വൈറ്റ് ബാലൻസ് ആക്കി. വൈറ്റ് ബാലൻസ് സെറ്റാക്കി. എനിക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഈ കളേഴ്സ് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കൂൾ ഡൗൺ ആക്കി, കണ്ടില്ലേ? അതിന് ഞാൻ വൈറ്റ് ബാലൻസിൻ്റെ ഈ ഒരു സംഭവം ഉപയോഗിച്ച് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ -50 ആക്കി, ടിൻറ്റ് -13 ആക്കി. സോ കുറച്ചൊന്ന് കൂൾ ഡൗൺ ചെയ്തു. അടുത്ത ഞാൻ കേവ് ഉപയോഗിച്ചു. സോ കേവിൽ ഒരു കണ്ടംപററി ശൈലി ഞാൻ എസ്കേവ് ഇടുകയല്ല ചെയ്തത്. എസ്കേവിന് പകരം ഞാനിവിടെ ഒരു കസ്റ്റം കേവ് ഇടുകയാണ് ചെയ്തത്. കാരണം ഹൈലൈറ്റ്സ് ഇച്ചിരി ഇരുന്നോട്ടെ, പക്ഷേ ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി, കുറച്ചൊന്ന് ഇവിടെയുള്ള വെളിച്ചം ഒന്ന് കുറച്ച് താത്തി, അങ്ങനെ നടുക്ക് ഭാഗത്തുള്ള വെളിച്ചം കുറച്ച് താത്തി, അങ്ങനെ. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്വന്തമായിട്ട് ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്യാം കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അടുത്ത് നമ്മൾ HSL ചെയ്തു. HSL, അതായത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നത് നമുക്ക് നോക്കാം. HSL-ൽ നമ്മൾ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഹ്യൂ വേഴ്സസ്, ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ പിന്നെ. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹ്യൂ എന്ന് പറഞ്ഞാൽ ഹ്യൂവിനെയും കൊണ്ട് നമ്മൾ ഹ്യൂവിനെ മാറ്റുക. ഒരു കളറിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ കളറിനെ നമ്മൾ മാറ്റുകയാണ്. ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂ സെലക്ട് ചെയ്തുകൊണ്ട് ആ കളറിൻ്റെ സാച്ചുറേഷൻ മാറ്റുകയാണ്. ഹ്യൂ വേഴ്സസ് ഇവിടെ ഒത്തിരി ഉണ്ട്. പിന്നെ ഹ്യൂ വേഴ്സസ് ലൂമയുണ്ട്, ലൂമ വേഴ്സസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഏതാണോ ആദ്യം കൊടുത്തിരിക്കുന്ന പേര് അതിനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാളിഫയർ ഉണ്ട്. സാധാരണ ഓഫായി കിടക്കുമായിരിക്കും, ഒരു പക്ഷേ ഇവിടെ വന്ന് ക്വാളിഫയർ സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഇവിടെ ശരിയാവും. വേറെ വീഡിയോ ഇത് കാണിച്ചു തരാം. ഓക്കെ, സോ ക്വാളിഫയർ എടുത്തിട്ട് ഹ്യൂ വേഴ്സസ് ഹ്യൂ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമ്മൾ ആ ഇലയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് വന്നു നമുക്കതിൻ്റെ ഹ്യൂ മാറ്റം. കണ്ടോ? നമ്മൾ ലൈറ്റ് റൂമിൽ നമ്മൾ HSL ഉപയോഗിക്കല്ലേ, സെയിം തിങ്. ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ ആണെങ്കിൽ സെയിം വേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാച്ചുറേഷൻ മാറ്റാം. ഓക്കെ, സോ ഞാനിവിടെ റീസെറ്റ് ചെയ്യട്ടെ. ഇത് നമുക്കിവിടെ വന്ന് വീണ്ടും ഗ്രേഡ് ചെയ്യേണ്ടതാണ്. സോ അപ്പം എന്തേ സംഭവം? അപ്പോൾ HSL നമ്മൾ അങ്ങനെ ചെയ്തു. സോ വന്ന മാറ്റം കണ്ടോ? നമ്മൾ ജസ്റ്റ് ആ ഇലകൾക്ക് ഒരു കുറച്ച് സാച്ചുറേഷനും കുറച്ചുകൂടെ കളേഴ്സ് ബൂസ്റ്റ് ചെയ്തു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നോഡിൽ ഞാൻ ടീയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കളറൊന്ന് പോവും കുറച്ച്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇത് ഓൾറെഡി ഒന്ന് മ്യൂട്ടഡായി. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് പാരൽ നോഡ് ഉപയോഗിച്ച് ലെയർ നോഡ് എടുത്തോ സെപ്പറേറ്റ് ഇതൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോൾ അത് നമ്മൾ കോംപ്ലിക്കേറ്റിലേക്ക് ചിന്തിക്കേണ്ട. ഇപ്പം ടീല് കൊണ്ടുവന്ന് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ ഓഫ് സെറ്റിൽ പോയിട്ട് എൻ്റെ ഫ്രെയിമിന് ടീല് കൊടുത്തു. ഇത്ര എളുപ്പമല്ല. നമ്മൾ പല കളറുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു യൂണിവേഴ്സൽ കളർ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം കണ്ടില്ലേ, കുറച്ച് ടീൽ നമ്മൾ അങ്ങനെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് എഫക്റ്റ് ഇട്ടു. ഗ്ലോ, ഒരു ചെറിയ ലൈറ്റ് ഗ്ലോ. നിങ്ങൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം. ഓഫാക്കി ഓണാക്കുമ്പോൾ കണ്ടോ ഒരു ചെറിയൊരു തിളക്കം വരുന്നില്ലേ? ആ ഒരു തിളക്കം, ഒരു ലൈറ്റ് ഫെയ്ഡ്, അത് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ലൈറ്റിന് ഒരു ഗ്ലോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഫ്യൂഷൻ ഫിൽറ്റർ, ബ്ലാക്ക് മിസ്റ്റ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈവൻ ദോ ഹവർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഞാൻ ചെറിയ ഗ്ലോയും ഇട്ടിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അടുത്ത് നമ്മൾ ഹെലേഷൻ കൊടുത്തു. എത്ര സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ റെക്കോർഡിങ്ങിൽ, പക്ഷേ ഒരു ഹെലേഷൻ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ സംശയമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെന്നാന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, യു വിൽ ഗെറ്റ് ആൻസർ ഫോർ എവറിത്തിങ്. അടുത്ത് നമ്മളൊരു വെനിയാറ്റിംഗ് കൊടുത്തു. ഇതെല്ലാം നമ്മൾ എഫക്റ്റ് ആട്ടോ. ഇതെല്ലാം നമ്മൾ ഈ എഫക്റ്റ് പാനലിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെയൊക്കെ കണ്ടോ ഹെലേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. വെനിയാറ്റിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ എത്രത്തോളം ചെയ്യണമെന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ CST. സോ ലാസ്റ്റ് വൺ അല്ല, നമ്മൾ ഫസ്റ്റാണ് ഇട്ടത്. നമ്മൾ അവിടെ നിന്ന് ഇട്ടതിന് ശേഷം അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇത് വേറൊരു ഗ്രേഡാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ലെയർ ഉപയോഗിച്ചിട്ടുണ്ട്, ലെയർ മിക്സർ ഉപയോഗിച്ചിട്ടുണ്ട്, മാസ്കിങ്, പവർ വിൻഡോ ഒക്കെ ഉപയോഗിച്ച് നമുക്കതൊക്കെ പതുക്കെ പഠിക്കാം. പക്ഷേ ഇത്രയൊക്കെ ഉള്ളത്. ഇത് ഒരു 8 ബിറ്റ് ഫുട്ടേജ് ആണ്. ഇത് 8 ബിറ്റ് ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊക്കെ 10 ബിറ്റ് ആണ്. നമുക്ക് കൂടുതൽ കളേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നമുക്ക് അത്രയും കടന്ന് കളിക്കാൻ പറ്റില്ല. സോ ഇതെങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ D ഞെക്കി നോക്കിയാൽ എല്ലാം ഓഫായി കണ്ടത്. ഇങ്ങനെ ഇരുന്നൊരു ഫ്ലാറ്റ് പ്രൊഫൈലാണ്. DJയുടെ പോക്കറ്റ് 2-ലോ പോക്കറ്റ് 1-ലോ ഏതോ ഒന്ന് എടുത്താൽ കണ്ടില്ലേ. നമ്മൾ കുറച്ച് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ചുകൂടി ഒന്ന് ഗ്ലോ കൂട്ടി കൊടുത്തു. ചുമ്മാ ഒരു രസം. എൻ്റെ കളർ ഗ്രേഡിങ് എൻ്റെ ടേസ്റ്റാണ്. ഞാൻ ആരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരികളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. സോ അതുപോലെ തന്നെ ഇത് C ലോഗിലെടുത്തതാണ്. വളരെ സിമ്പിൾ. ഇതിൻ്റെ അത് കുറച്ചധികം നോഡുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓപ്ഷൻ ഡി കണ്ടു. ഇതിലേക്ക് നമ്മൾ കളേഴ്സ് കൊണ്ടുവന്നത് കുറച്ച് ടീൽ ആൻഡ് ഓറഞ്ച് ഉള്ള കളേഴ്സ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലാത്ത കളർ ഉണ്ടാക്കാൻ പറ്റില്ല. സോ
ഒരു ബ്രേക്ക് എടുക്കുക, ഒരു ചായ കുടിക്കുക, ഓടി വരിക, നമുക്ക് ഒരുമിച്ച് ഗ്രേഡ് ചെയ്ത് നോക്കാം ഈ ഒരു ക്ലിപ്പ് ഏകദേശം നമുക്ക് ഇതുപോലെ ആക്കുന്ന കാര്യം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലിപ്പ് ആദ്യമായിട്ട് ഒരുമിച്ച് ഗ്രേഡ് ചെയ്ത് നോക്കാം. ഈ ക്ലിപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. ജസ്റ്റ് 10 സെക്കൻഡ് ക്ലിപ്പേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിലേക്ക് കൊണ്ടുവരിക ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് മീ. അതെങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ തന്നെ ടാഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റീലിടണ്ട, അല്ലാണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ മതി. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ ക്ലിപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു നോഡ് ഉണ്ടാവും. ഇനി നോഡ് കണ്ടില്ലെങ്കിൽ ഓപ്ഷൻ എസ് നോക്കി നോഡൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. സോ എൻ്റെ ഒരു പ്ലാൻ പ്രകാരം അതൊരു 4-5 നോഡ് വേണമെന്നുണ്ട്. പക്ഷേങ്കിലും ഒരു 5-6 നോഡ് ഉണ്ടാവും. പക്ഷേങ്കിൽ നമുക്കൊരു 4 നോഡ് ഉണ്ടാക്കി വെച്ചേക്കാം. ഓപ്ഷൻ എസ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. അതിന് എഫക്റ്റിൽ പോയി ഇവനെ വെച്ചിട്ട് മാറ്റിയിട്ടു. എഫക്റ്റിൽ പോയി കളർ സ്പേസ് ട്രാൻസ്ഫോം എവിടെ ഇതാ കിടക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. COLOR കളർ കണ്ടോ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നു. വലിച്ചിങ്ങോട്ട് ഇട്ടു ആൻഡ് ഇവിടെ നമുക്ക് സാധനം വന്നു. എൻ്റെ ഇൻപുട്ട് കളർ സ്പേസ് ക്യാനോൺ സിനിമ ഗാമറ്റ്. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇൻപുട്ട് ഗാമ ക്യാനോൺ C-Log3. അപ്പം നമുക്ക് C-Log3 കിട്ടി. ഇനി നമുക്ക് ഔട്ട്പുട്ട് കളർ സ്പേസ് ഏതാ? REC 709. കാരണം നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഗാമ 2.4. അതങ്ങ് ഓർത്ത് വെച്ചേരെ. സോ ദാറ്റ്സ് ഡൺ. നമ്മൾ ഓൾറെഡി REC 709ലേക്ക് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സാധനമാണ് പ്രൈമറീസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പഴത്തെ നോക്കുക, ഈസ് ഇറ്റ് വെൽ എക്സ്പോസ്ഡ് ആണോ എന്ന് നോക്കുക ആൻഡ് സ്ട്രെയിറ്റ് ടു സ്കോപ്പിൽ നോക്കുക. സ്കോപ്പിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നമ്മുടെ ഈ മാക്കിൻ്റെയും നമ്മുടെ ലാപ്പിൻ്റെ ഒക്കെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കാരണം ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രൈറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്കോപ്പ് വരുന്നത്. നമുക്ക് ഏകദേശം നമുക്കൊരു 8 ഇത്രയും വരെയൊക്കെ നമ്മുടെ ഹൈലൈറ്റ്സ് വരുന്നതിന് കുഴപ്പമില്ല. തൊട്ടടുത്തൊരു 896 ഒക്കെ വരെ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക്സ് ടച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കോൺട്രാസ്റ്റിന് കുറച്ചുകൂടെ നല്ലത്. ടച്ച് ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടം. ടച്ച് ഉണ്ടെങ്കിൽ ടച്ച് ഉണ്ട്. ഓക്കെ, സോ ഞാൻ പതുക്കെ ഗെയിനിനെ ലിഫ്റ്റ് ചെയ്യണം. സോ ഗെയിൻ ഈസ് മെയിൻലി നമ്മുടെ ഹൈലൈറ്റ്സ് മൂലം ഇങ്ങോട്ടുള്ള സംഭവം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഗെയിനെ ലിഫ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ഇത്രയും വരെ മതി. കാരണം ഇതിനകത്ത് കൂടുതൽ വൈറ്റ്സ് ഉള്ളതായതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രകാശം കൂട്ടണമെന്നില്ല. ഇറ്റ്സ് ഓൾറെഡി ബ്രൈറ്റ് ഇനഫ്. അതുപോലെ തന്നെ ഞാൻ നേരെ നമ്മുടെ ലിഫ്റ്റിനെ നേരെ താഴോട്ട് താത്തി ഓൾമോസ്റ്റ് ലൈക്ക് സോ ഒരു നൈസ് കോൺട്രാസ്റ്റ്. സോ ഒത്തിരി ടച്ച് ചെയ്ത് ക്രഷ് ആവരുത്. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ. ഓക്കെ, ദാറ്റ് ലുക്സ് ഗുഡ്. ആൻഡ് നമ്മുടെ മിഡ് ടോൺസ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കാം. സോ ദ സെൻട്രൽ ഏരിയ ഇറ്റ് വിൽ ബി ഫൈൻ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നോഡ് ലേബിൾ കൊടുക്കുകയാണ് പ്രൈമിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ നമുക്കിനി വേണമെങ്കിൽ ഒരു ടോൺ കേവ് കൊടുത്തൊരു ചെറിയ കോൺട്രാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ടോൺ കേവ് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇഫ് യു ഡോണ്ട് വാണ്ട് ഉപയോഗിക്കേണ്ട. പക്ഷേ ഇവിടെ കോൺട്രാസ്റ്റിന് പകരം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ഏരിയയിലെ എക്സ്ട്രാ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയാണ്. ഡാമേജ് റിസോൾവ് നമുക്ക് ടോൺ കേവ് അങ്ങനെ ഒരു ഏരിയ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ക്വാളിഫയർ എടുത്തിട്ട് കൊണ്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് അതെന്ന് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഞാൻ ഏകദേശം ഒരു ഈ ഏരിയയിലും വേറെ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് ചെറുത് താത്തുകയാണ്. സോ സി കണ്ടോ, ആ സെൻട്രൽ ഏരിയയിലെ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് മ്യൂട്ടാക്കി. സോ ദാറ്റ് നമ്മുടെ സബ്ജക്റ്റിന് ഒരു കുറച്ച് പഞ്ചുണ്ട്. ഒത്തിരി പാടില്ല, വളരെ കുറച്ച്. ഓക്കെ, ഓൾ റൈറ്റ്, that looks good. minute adjustments will bring great change in your video. നമ്മൾ ലൈറ്റ് റൂം എഡിറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ചെറിയ മാറ്റങ്ങൾ കൂട്ടിയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഹായ് ഫിലോസഫി. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് HSL ചെയ്യാം. HSL അതായത് എന്താണ്, നമുക്ക് കുറച്ചുകൂടെ ടോൺ കളറ് കൊണ്ടുവരണം. സോ HSL അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂ വേഴ്സസ് ഹ്യൂ, സാച്ചുറേഷൻ, ഇതിനൊക്കെ സെപ്പറേറ്റ് കൊടുക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിന് ഹ്യൂ കൊടുക്കാം. ഗ്യൂ എന്നായിപ്പോൾ അല്ലേ, ഈ ഹ്യൂ കൊടുക്കാം. നമ്മൾ നേരെ ഹ്യൂവിൽ ഇവിടെയാണ് സംഭവം. ഹ്യൂ വൈറ്റ് ബാലൻസ് നമ്മൾ കറക്റ്റ് ചെയ്തില്ല. നമുക്കത് കറക്റ്റ് ചെയ്യണ്ടേ? നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോട്ട് ബിഫോർ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. സോ ടോണിന് മുമ്പ് ഞാനൊരു നോട്ട് ബിഫോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ Shift S. യെസ്. സോ ഒരു നോട്ട് ബിഫോർ ക്രിയേറ്റ് ചെയ്തു, നോട്ട് ലേബിൾ കൊടുത്തു, WB. ഇവിടെ വന്ന് നമ്മൾ വൈറ്റ് ബാലൻസ് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോട്ട് ബാഡ്. ആൻഡ് ഗാമ ടിൻറ്റും കൂടെ ഒന്ന് ജസ്റ്റ് കുറച്ചൊരു ഗ്രീനിഷ് കളറ് സെറ്റാക്കി നമുക്ക് ഹ്യൂ വേഴ്സസ് ഹ്യൂവിലേക്ക് പോകാം. ഹ്യൂ വേഴ്സസ് ഹ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂ ഇടയ്ക്ക് മെമ്മറി കാർഡ് നിറഞ്ഞു പോയി. അപ്പം ഞാൻ കുറേ അങ്ങ് പറഞ്ഞു പോയി, അതൊന്നും കിട്ടിയില്ല, ഞാൻ അവിടെ കണ്ടുമില്ല.
സോ വീണ്ടും മാറ്റി. അപ്പോൾ ഹ്യൂ വേഴ്സസ് ഹ്യൂവും നമ്മൾ വേറൊരു ഇതുണ്ടാക്കി, ഹ്യൂ വേഴ്സസ് സാച്ചുറേഷനുമാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഹ്യൂ വേഴ്സസ് ഹ്യൂവിലേക്ക് പോകാം. ഹ്യൂ വേഴ്സസ് ഹ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ടോൺ കേവ് വന്നിട്ട് കേഴ്സിനവിടെ വന്നിട്ട് ഹ്യൂ വേഴ്സസ് ഹ്യൂ സെലക്ട് ചെയ്ത് നമ്മൾ പതുക്കെ സൂമിൻ ചെയ്ത് ഇല സെലക്ട് ചെയ്ത് ഇലയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊരു മാറ്റം കൊടുക്കുകയാണ്. ഓക്കെ, സോ ചെറുതായിട്ട്. ആൻഡ് സാച്ചുറേഷൻ നമ്മൾ വന്നിട്ട് ഇതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഇവിടെ വന്നിട്ട് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷനിൽ പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ അവിടെയും നമ്മൾ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യുകയാണ്. സോ കുറച്ചുകൂടെ സാച്ചുറേഷൻ വന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ ഗ്രേഡാണ്. ഗ്രേഡ് നമുക്ക് ടീയിൽ കൊടുക്കാം. സോ ടീയിൽ നമുക്ക് 2 തരത്തിൽ ടീയിൽ കൊടുക്കാം. ടീലിൻ്റെ സ്പെല്ലിംഗ് അത് തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിവേ നമുക്ക് 2 തരത്തിൽ നമുക്ക് ടീയിൽ കൊടുക്കാം. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലോബലിൽ പോയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ 3 വീൽസിൽ ഏതെങ്കിലും എവിടെയാണോ കൂടുതൽ നന്നായിട്ട് എഫക്റ്റ് ആയിട്ട് വരുന്നത് അത് നോക്കി നമുക്ക് ചെയ്യാം. ഓഫ് സെറ്റ് കൊടുക്കണമെങ്കിൽ ഓഫ് സെറ്റ് കൊടുക്കാം. കണ്ടോ, ഓഫ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലകളിലേക്ക് വരുന്നുണ്ട്, അത് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഗെയിൻ നോക്കാം. ഗെയിൻ ഇലകളിലേക്ക് വരുന്നുണ്ട്, എല്ലാം ഇലകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത്ര സെറ്റപ്പ് അല്ല ഇത്. സോ ദ ബെസ്റ്റ് വേ ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫയർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഒരു സാമ്പിൾ കാണിച്ചു തരാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ക്വാളിഫയർ വന്നു, നമ്മൾ ക്വാളിഫയർ സെലക്ടറാണ്. ഇല സെലക്ട് ചെയ്തു. ഇല സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയുള്ള ഈ ഹൈലൈറ്റ് ഓണാക്കി ഇല നമ്മൾ സെലക്ട് ചെയ്ത് മാത്രം കാണിക്കും. നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ചുകൂടെ. ഓക്കെ ആ കളേഴ്സുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുവാണ്. നമുക്കിവിടെ പ്ലസ് കൊടുക്കാം. ഒന്നുകൂടെ സൂം ചെയ്തിട്ട് നമുക്ക് ഇവിടെ പ്ലസ് കൊടുക്കാം. ഇത് നിങ്ങളിപ്പം സീരിയസ് ആക്കണ്ട, എങ്കിലും ഞാനത് പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് ആ കളേഴ്സുള്ളതൊക്കെ സെലക്ട് ചെയ്തു ഞാൻ. ക്ലീൻ ബ്ലാക്ക്, ക്ലീൻ വൈറ്റ്, വൈറ്റ് ക്ലിപ്പ്, ബ്ലാക്ക് ക്ലിപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് ബ്ലർ റേഡിയസ് ഒന്ന് സെറ്റാക്കി. ഓക്കെ, ആൻഡ് അതിനുശേഷം ഞാനിവിടെ ഒന്ന് ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഏരിയ വഴി ബാക്കിയെല്ലാം സെലക്റ്റായി. ഈ ഏരിയ വഴി ബാക്കിയെല്ലാം എനിക്ക് അവിടെ പോയതിന് ശേഷം ഇനി ഞാൻ ഇവിടെ പോയിട്ട് ഓഫ്സെറ്റ് ടീയിൽ കൊടുക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ഓഫ് ആക്കട്ടെ. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഉണ്ടല്ലേ, അപ്പോൾ ഓൾമോസ്റ്റ് അത് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നല്ല നീറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല സെറ്റപ്പായിട്ട് വരും. അങ്ങനെയും ചെയ്യാം, ഗ്ലോബലി പോയും ചെയ്യാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം ഗ്ലോബലി പോയി ചെയ്തു. CST കണ്ടില്ലേ, പിന്നെ അങ്ങനെ ഇവിടെ കണ്ടില്ലേ ടീയിൽ നമ്മൾ ചുമ്മാ കൊടുത്തു. ലുക്സ് ഓക്കെ ഫോർ സോഷ്യൽ മീഡിയ പർപ്പസ്. നമ്മൾ ഹോളിവുഡിന് വേണ്ടി നല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്യും. അപ്പം ഒരു ബേസിക് ഗ്രേഡ് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു തന്നാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിന് ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ C-Log 3 അല്ലെങ്കിൽ ലോഗ് പ്രൊഫൈലിൽ 10 ബിറ്റ് ഫൂട്ടേജ് ഫ്ലാറ്റ് പ്രൊഫൈൽ ആയതുകൊണ്ടാണ്. നമ്മൾ നേരെ മറിച്ച് നമ്മുടെ ഫോണിൽ നേരെ എടുത്തൊരു ക്ലിപ്പാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൾട്ട്. നമുക്ക് ഇത്രയൊന്നും കോംപ്ലക്സ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഇറച്ചും മുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തികേടായി പോകും. അതുകൊണ്ട് വളരെ സറ്റിലായിട്ട് ചെയ്യും. സോ തുടക്കാരോട് പറയാനുള്ളത് വളരെ മൈന്യൂട്ടായിട്ട് സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ ഫോർ നൗ. സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, നമ്മൾ വോയിസ് അയക്കാം. അല്ലെങ്കിൽ താഴെ കമൻറ്റ് ഇടുക, ഞാൻ പറയും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ ശരി, ബൈ ഫോർ നൗ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ യു, പീസ്.